വാട്സ്ആപ്പ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡീറ്റെയിൽ. നമ്മളിന്ന് അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ട്രെയിലറാണ് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോകുന്നത്. ട്രെയിലറിൽ മെയിനായിട്ട് പോയിന്റ് ഔട്ട് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഡൂമിൻ്റെ റിവ്യൂലും പിന്നെ ഇൻക്രഷൻ ഈവൻസിനെ പറ്റിയും മാത്രമല്ലത് ഈ ടീമുകളൊക്കെ വീണ്ടും എങ്ങനെ ജോയിൻ ചെയ്യുന്നതും കൂടിയാണ് ഈ ട്രെയിലറിൽ കാണിച്ചേക്കുന്നത്. വീഡിയോ ആണെന്ന് എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ ഓപ്പണിംഗ് തന്നെ അധികം സംസാരിച്ച് ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ട്രെയിലറുടെ ഓപ്പണിംഗ് തന്നെ തകർന്നു വരിക്കുന്ന എക്സ്പാൻഷനാണ് കാണിച്ചേക്കുന്നത്. ഷോട്ടിൽ തന്നെ കാണിക്കുന്നത് പ്രൊഫസർ എക്സിനെയാണ്. പ്രൊഫസർ എക്സിന്റെ മുഖത്ത് ഒരു വലിയ വെളിച്ചം അടിക്കുന്ന പോലെ കാണിക്കുന്നുണ്ട്. ദുഷ്യൊക്കെ മനസ്സിലാവും അതൊരു സാധാ വെളിച്ചമല്ല. ക്രഷൻ ഈവന്റ് ട്രിഗറായിട്ട് വേറൊരു യൂണിവേഴ്സിൽ എർത്ത് ഇവരുടെ യൂണിവേഴ്സിൽ എർത്തിന് ഇടിക്കാൻ വന്നപ്പോൾ ഇവിടുത്തെ എക്സ്മാൻസ് ഒക്കെ ചേർന്ന് അത് തകർത്ത് കളഞ്ഞേക്കുന്നതാണ്. ഇൻസൈഡേഴ്സ് ഒക്കെ പറഞ്ഞ് സത്യം തോന്നുന്നു. ഈ മൂവിയുടെ ഓപ്പണിംഗ് തന്നെ ടോബി മെക്കറുടെ യൂണിവേഴ്സ് നശിപ്പിച്ച് ഒരു ബ്രഹ്മാണ്ഡമായിട്ടുള്ള ഓപ്പണിംഗ് ആയിരിക്കും മൂവിയുടെ. ക്രഷൻ ഈവന്റിൽ നിന്ന് താൽക്കാലികമായിട്ട് രക്ഷപ്പെടാൻ ഒരേ ഒരു വഴി ഓപ്പോസിറ്റുള്ള എർത്തിനെ നശിപ്പിച്ച് മറ്റേ എർത്തിനെ സേഫ് ഗാർഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ഈ യൂണിവേഴ്സിലെ എക്സ്മാൻസും ചെയ്തേക്കുന്നത്. അതുകൊണ്ടാന്ന് തോന്നുന്നു ഒരു പോയിന്റിൽ സേവിയർ മാഗ്നറ്റിയുടെ അടുത്ത് കരയുന്ന പോലെ കാണിച്ചേക്കുന്നത്. ഒരു ഹീറോ ക്യാരക്ടറാണ്. വേറൊരു എർത്തിനെ നശിപ്പിച്ച് അത്രയും പേരെ കൊന്നിട്ട് വേണം നമ്മുടെ എർത്തിനെ രക്ഷിക്കാൻ എന്നുള്ള ഒരു കുറ്റബോധം സേവിയറിന് തോന്നിയിട്ടുണ്ടാവും. അടുത്ത ഷോട്ടിൽ തന്നെ കാണിക്കുന്ന RDJS ഡോക്ടർ ഡൂമിനെയാണ്. ഡൂമിന്റെ ലുക്ക് അടിപൊളിയായിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഒരു ആർമർ സൂട്ടിൽ ഗ്രീൻ ക്ലോക്ക് കവർ ചെയ്തേക്കുന്ന പോലെയാണ് കൊടുത്തേക്കുന്നത്. ആക്സെന്റ് ഒക്കെ മാറ്റി ഒരു ലെക്ടീരിയൻ ടോണിലാണ് RDJ ഡോക്ടർ ഡൂമിന് വോയിസ് കൊടുത്തേക്കുന്നത്. ഡൂം പറയുന്നത് എന്തോ വലുത് വരുന്നുണ്ട്, നമ്മളെ കൊണ്ട് പോലും തടുക്കാൻ പറ്റാത്ത, ഈ ദിവസം തീരുന്നതിന് മുന്നേ നമ്മൾ പോലും ചിന്തിക്കാത്ത ഒരു ഡിസിഷൻ നമ്മൾ എടുത്തേ പറ്റുള്ളൂ. ഡൂം ഇൻക്രഷൻ ഈവന്റിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ലീഗിലൊക്കെ എന്താ പറയുന്നത്, ഡോക്ടർ ഡൂമിന് ഓൾറെഡി ഇൻക്രഷനെ പറ്റി അറിയാൻ കാരണം ഡോക്ടർ ഡൂം ഓൾറെഡി ഇൻക്രഷൻ കാരണം അഫക്റ്റ് ആയിട്ടുണ്ട്. ട്രെയിലർ റിലീസ് ആയപ്പോൾ അതിൻ്റെ ഒപ്പം മാർവൽ പോസ്റ്ററും കൂടി ഷെയർ ചെയ്തായിരുന്നു. ഡോക്ടർ ഡൂം ഒരു പോർട്രേറ്റ് നോക്കിക്കൊണ്ടിരിക്കുന്ന പോലത്തെ ഒരു പോസ്റ്ററാണ്. ആദ്യം വിചാരിച്ചത് ഡോക്ടർ ഡൂമിന്റെ അമ്മ സിന്ധ്യ ആയിരിക്കും. പ്രത്യേക കാരണം മെഫിസ്റ്റോടൊപ്പം ഡീലിട്ട് തന്റെ സോള് കൊടുക്കേണ്ടി വന്ന ക്യാരക്ടറാണ് സിന്ധ്യ. ലീക്കൊക്കെ പറയുന്നത് സിന്ധ്യ അല്ല, മറിച്ച് ഡോക്ടർ ഡൂമിന്റെ ഭാര്യയും കുട്ടിയാണ്. ഇവരെ ഡോക്ടർ ഡൂമിന് ഒരു ഇൻക്രഷൻ ഈവന്റിൽ നഷ്ടപ്പെട്ടാണ്. സ്റ്റോപ്പ് ചെയ്യാൻ ഇവരെ തിരിച്ചു കൊണ്ടുവരാനും വേണ്ടിയാണ് ഡോക്ടർ ഡൂം മൊത്തം മൾട്ടിവേഴ്സും ഡിസ്ട്രോയ് ചെയ്ത് ഒരു ബാറ്റിൽ വേൾഡ് മാത്രമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിന് തന്നെ കാണിക്കുന്ന അവഞ്ചേഴ്സ് ടവർ ആണ്. ഇപ്പോൾ ഇത് സെൻട്രിയുടെ വാച്ച് ടവർ ആണ്. അതിന്റെ ലോഗോയും മാറ്റിയിട്ടുണ്ട്. അവഞ്ചേഴ്സ് ടവറിന്റെ പുറകിൽ കൊമ്പുപോലെ പണിയാൻ കാരണം തണ്ടർബോൾട്സിൽ തന്നെ പറയുന്നുണ്ട്. അതുപോലെ ഔട്ടർ സ്പേസിന്റെ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് തരണില്ലെന്ന് പറയുമ്പോൾ യുഎസ്എച്ചിന്റെ ടവറിന്റെ സ്പേസ് ആണെന്ന് വിചാരിച്ച് അല്ലെങ്കിലും ഇവിടെ കുറച്ച് സ്പേസ് കുറവാണെന്ന് പറയുന്നുണ്ട്. ആയിരിക്കും കുറച്ച് എക്സ്ട്രാ സ്പേസ് അവഞ്ചേഴ്സ് ടവറിന്റെ പുറകിൽ പണിതിട്ടുണ്ടാവുക. തുടർന്ന് ഫെന്റാസ്റ്റിക് ഫോറിന്റെ എൻട്രി ആണ് കാണിക്കുന്നത്. തോറും ഫെന്റാസ്റ്റിക് ഫോറിന്റെ ഒപ്പം തന്നെയുണ്ട്. ഈ സീൻ തണ്ടർബോൾട്ട് മൂവിയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നടക്കുന്നത്. ഇവിടെ സാം വിൽസൺ, ക്യാപ്റ്റൻ അമേരിക്കയും പിന്നെ ആന്റ്മാനും ഫെന്റാസ്റ്റിക് ഫോറിന്റെ ഒപ്പം അവഞ്ചേഴ്സ് ടവറിൽ തന്നെയുണ്ട്. സീനിൽ റീഡ് റിച്ചേഴ്സ് ഇൻക്രഷൻ ഈവന്റ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്ന സീനാണ് നടക്കുന്നത്. ഇൻക്രഷൻ ഈവന്റിൽ മെയിനായിട്ട് 3 അർത്താണ് തമ്മിൽ ഇടിക്കാൻ പോകുന്നത്. ഫെന്റാസ്റ്റിക് ഫോറിന്റെ അർത്ത്, രണ്ടാമത് എക്സ്മാന്റെ യൂണിവേഴ്സിലെ അർത്ത്, ഒന്നാമത് നമ്മുടെ 616 അർത്ഥത്തിലൊക്കെ ഇൻക്രഷൻ ഈവന്റ് ട്രിഗർ ആവാൻ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് സ്റ്റീവ് റോജേഴ്സ് ടൈം ലൈൻ മാറി. അതായത് മോണിക്ക റാംബോ ആ സെലസ്റ്റിയൽ റിംഗ് ഇട്ട് എക്സ്മാന്റെ യൂണിവേഴ്സിൽ ചെന്ന് പെട്ടത് ഡാർക്ക് ഹോൾഡ് ബുക്ക് യൂസ് ചെയ്ത് സ്കാർലറ്റ് വെച്ച് വേരിയൻസിനൊക്കെ കൺട്രോൾ ചെയ്ത്, പിന്നെ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചും യൂസ് ചെയ്തായിരുന്നല്ലോ. പിന്നെ ഡോക്ടർ സ്ട്രേഞ്ച് സ്പൈഡർമാന് വേണ്ടിയിട്ട് സ്പെല്ല് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും ഡൂംസ്ഡേയിൽ ഇൻക്രഷൻ ഈവന്റ് ട്രിഗർ ആയതിനുള്ള കാരണമായിട്ട് പറയാൻ പോകുന്നത്. ഇൻക്രഷൻ ഈവന്റിനെ കുറിച്ച് പറയുന്ന സ്ക്രീനിൽ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ടൈമർ ഓടുന്ന പോലെ കാണാം. കാലമായിട്ടുള്ള ഒരു റൂമറാണ്. അതായത് ഈ മൂവിയുടെ ഉള്ളിൽ തന്നെ ഒരു ഡൂംസ്ഡേ ക്ലോക്ക് ഉണ്ടാവുന്നു. ഡൂംസ്ഡേ ക്ലോക്ക് ആയിരിക്കും ഈ ടൈമർ 0 എത്തുമ്പോഴേക്കും ആ 3 എർത്തുകൾ തമ്മിലും കൊളാപ്സ് ആയിട്ടുണ്ടാവും. ഇവിടെ തന്നെ കാണിക്കുന്നത് തോറിന്റെ ലീഡർ റോളുള്ള സ്പീച്ചാണ്. സ്പീച്ചിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ കുറെ വാരിയേഴ്സിനെ കണ്ടിട്ടുണ്ട്. നമ്മളെല്ലാവരും ഒരുമിച്ച് നമ്മളെക്കാളും ശക്തരായിട്ടുള്ളവർ ശത്രുക്കളെ എതിർത്ത് മരിച്ചിട്ടുമുണ്ട്. ഇപ്പം നമ്മൾ ഒരുമിച്ച് നിന്നില്ലെങ്കിൽ അവരുടെ സാക്രിഫൈസ് ഒക്കെ വെറുതെ പോകുന്നതാണ് തോറ് പറയുന്നത്. ഇൻക്രഷൻ ഈവന്റിനെ കുറിച്ചായിരിക്കും തോറ് പറയുന്നത്. അബദ്ധം വരാതെ എങ്ങനെ ഇൻക്രഷൻ ഈവന്റ് തടുക്കുമെന്നറിയില്ല, സിനിമ കണ്ട് തന്നെ അറിയണം. അടുത്ത ഷോട്ടിൽ തന്നെ കാണിക്കുന്നത് നെയ്മോറിനെയാണ്. വലിയ മൾട്ടിവേഴ്സ് ത്രെഡ് നടക്കുമല്ലേ, അപ്പോൾ ഒരു ആൽബലത്തിന് വേണ്ടി വിളിച്ചതെന്ന് തോന്നുന്നു. അവരായിട്ടുള്ള കോൺവെർസേഷൻ അത്രയും നന്നായിട്ട് പോയില്ലെന്നാണ് തോന്നുന്നത്. അവർ തമ്മിൽ ഒരു ക്ലാഷ് സ്റ്റാർട്ട് ആവുന്ന പോലെ പിന്നെ കാണിക്കുന്നത്. സീൻ സ്പോട്ടിലാണ് നമ്മുടെ ന്യൂ അവഞ്ചേഴ്സിലെ ബക്കി മറ്റു മെമ്പേഴ്സ് ഉള്ളത്. ഫെന്റാസ്റ്റിക് ഫോറുള്ള സൂസ്റ്റോമും തിങ്ങും സെയിം പ്ലേസിൽ തന്നെയാണ് ഉള്ളത്. ഒരു സിസ്റ്റമിനെ കണ്ട ഇങ്ങനെയല്ല. കോമിക്സ് വായിച്ചവർക്ക് അറിയാം, കോമിക്സിൽ ഇവർക്ക് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റോറി ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അത് ഇവിടെ കൊണ്ടുവരുമെന്നറിയില്ല. ഷോട്ടിൽ തന്നെ കാണിക്കുന്നത് തോറ് ഒരു ബാറ്റിൽ ഡാമേജ്ഡ് ആയിട്ടുള്ള അടുത്ത് വന്ന് ലാൻഡ് ചെയ്യുന്ന പോലെയാണ്. ഇത് എക്സ്പാൻഷൻ ആണെന്നാണ് തോന്നുന്നത്. കാരണം സൈഡിൽ ഈ സെന്റിനൽ റോബോട്ട്സിന്റെ കൈ വെട്ടിയിട്ടേക്കണ പോലെയുണ്ട്. സൈഡിലും സെന്റിനൽസിന്റെ ബാറ്റിൽ ഡാമേജ്ഡ് ആയിട്ടുള്ള പാർട്സ് ഉണ്ട്. അടുത്ത ട്രെയിലറിൽ സെന്റിനൽ വെച്ച് സൈക്ലോസ് ആയിട്ടുണ്ടായ അതേ പ്ലേസ് തന്നെയാണ് ഇത്. ബാറ്റിൽ ഡാമേജ്ഡ് ആയിട്ടുള്ള എക്സ്പാൻഷന്റെ പുറത്ത് സ്റ്റോം ബ്രേക്കർ ഫുൾ ചാർജ് ആക്കിക്കൊണ്ട് ഡൂമിന്റെ നേരെ നടന്നു വരുന്ന തോറിനെയാണ് കാണിക്കുന്നത്. അവിടെ നേരെ കട്ട് ചെയ്ത് എക്സ്പാൻഷന്റെ ഉള്ളിൽ എക്സ്പ്ലോഷൻസ് ഉള്ള പോലെയാണ് കാണിച്ചേക്കുന്നത്. ഇതൊക്കെ ഓടി വരുന്ന സൈക്ലോപ്സിനെ കാണിക്കുന്നുണ്ട്. സൈക്ലോപ്സിന്റെ ലുക്ക് അടിപൊളിയായിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഒരു കോമിക് അക്യുറേറ്റ് ആയിട്ട് ലുക്ക് തന്നെയാണ് സൈക്ലോപ്സിന് കൊടുത്തേക്കുന്നത്. ട്രെയിലർ കാണിക്കുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഫൈറ്റാണ്. ഗാംബിറ്റ് വിഷസ് സാങ്ഷൻ. അടിപൊളിയായിട്ട് തന്നെ കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ആൻഡ് ഈ ഗാംബിറ്റ് ഡെഡ്പൂൾ എക്സ് ഉൾവറിനിൽ വന്ന അതേ സെയിം ഗാംബിറ്റ് തന്നെയാണ്. ഡെഡ്പൂൾ എക്സ് ഉൾവറിന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ഒരു പോർട്ടൽ ഓപ്പൺ ആവുന്ന പോലെ കാണിക്കുന്നുണ്ട്. പോർട്ടൽ ഒരു ഗാംബിറ്റ് ഈ യൂണിവേഴ്സിറ്റാണ് വന്നേക്കുന്നത്. അവഞ്ചേഴ്സ് എക്സ്മാനും മെയിൻ ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ കാരണം തന്നെ ഓൾറെഡി എക്സ്മാൻസ് സ്വന്തം യൂണിവേഴ്സിൽ എർത്ത് രക്ഷിക്കാൻ വേണ്ടി മറ്റൊരു യൂണിവേഴ്സിൽ എർത്ത് നശിപ്പിച്ചാണ്. നമ്മുടെ അവഞ്ചേഴ്സ് ഇവരുടെ യൂണിവേഴ്സിൽ എർത്ത് നശിപ്പിക്കാൻ വന്നാന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇങ്ങനെ ഒരു ഫൈറ്റ് തന്നെ നടക്കുന്നത്. ഷോട്ടിൽ കാണിക്കുന്നത് നമ്മുടെ ഗോഡ് ലോക്കിനെയാണ്. TVA യൂണിഫോമിൽ ഇപ്പോൾ ലോക്കി ഗോഡ് ഓഫ് മൾട്ടിവേഴ്സ് ആയിട്ട് മൾട്ടിവേഴ്സൽ ട്രീയുടെ സെന്ററിൽ ഇരിക്കേണ്ട ആളാണ്. ഞാൻ ലോക്കി അറിയാതെ പോലും ആ ബ്രാഞ്ചസിൽ നിന്ന് കൈയെടുത്ത് കഴിഞ്ഞാൽ മൊത്തം യൂണിവേഴ്സും
നശിച്ചു പോകും. ഇവിടെ ലോക്കി TVA യൂണിഫോമിലാണ് അപ്പിയർ ആവുന്നത്. അപ്പോൾ ഇതൊരു ഫ്ലാഷ് ബാക്ക് സീൻ ആയിരിക്കാം, പക്ഷേ ഫ്ലാഷ് ബാക്ക് സീൻ ആവുകയാണെങ്കിലും ലോക്കി സീരീസിൽ എവിടെയും ലോക്കിക്ക് ഇങ്ങനെ ഒരു ID കാർഡ് കൊടുത്ത പോലെ കണ്ടിട്ടില്ല. അത്രയല്ലാതെ ആ ID കാർഡിൻ്റെ പുറകിലുള്ള സിമ്പിള് കണ്ടിട്ട് എനിക്ക് മൾട്ടിവേഴ്സൽ ട്രീ ആയിട്ടാണ് തോന്നുന്നത്. ഈ സീൻ ഡൂംസ്ഡേയിൽ എങ്ങനെയാണ് റൂഷോ ബ്രദേഴ്സ് പ്ലേസ് ചെയ്യാൻ പോണെന്ന് അത് സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കണം. ഈ സീനിനെ ചുറ്റിപ്പറ്റി വേറൊരു തിയറിയും കൂടി പോകുന്നുണ്ട്. അതായത് നമ്മുടെ ലോക്കിയുടെ TVA കാർഡ് തിരിച്ചു വെക്കുന്ന കയ്യിൽ ഒരു മോതിരമുണ്ട്. അതേപോലത്തെ ഒരു മോതിരം MCUവിൽ എവിടെയും ലോക്കി ഇട്ടിട്ടില്ല. പക്ഷെ വേറെ ഒരാൾ ഇട്ടിട്ടുണ്ട്. വേറെ ആരുമല്ല, നമ്മുടെ സ്റ്റീവ് റോജേഴ്സ് തന്നെയാണ്. ഗെയിമിന് ശേഷം സ്റ്റീവ് റോജേഴ്സ് പാസ്റ്റിൽ പോയാൽ എന്തെങ്കിലും ഒരു റിയാലിറ്റിയിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. ഇതിനെപ്പറ്റി പറയാനായിരിക്കും ഒരു പക്ഷേ ലോക്കി സ്റ്റീവ് റോജേഴ്സിനെ കാണാൻ വന്നിട്ടുണ്ടാവും. കാണിക്കുന്നത് സൂര്യൻ എംബാക്കുവിൻ്റെയും ഫാന്റാസ്റ്റിക് ഫോറിന്റെയും ഫസ്റ്റ് മീറ്റിംഗ് ആണ്. സൂസ്റ്റോമും തിങ്ങും മാത്രമല്ല ഉള്ളത്, ബക്കിയും പിന്നെ സാം വിൽസന്റെ ഫാൽക്കണും ഗോസ്റ്റും എല്ലാവരും അവിടെ തന്നെ ഉണ്ട്. ഇവരുടെ മീറ്റിംഗ് നടക്കുന്നത് ഓഷ്യൻ്റെ നടുക്കാണ്. ആൻഡ് എനിക്ക് തോന്നുന്നത് സൂസ്റ്റോം തൻ്റെ ഫോഴ്സ് ഫീൽഡ് വെച്ച് ഒരു സ്പേസ് ഉണ്ടാക്കിയതായിരിക്കും. കാരണം എല്ലാവർക്കും ശ്വാസം വിടണ്ടേ. സീൻ എക്സ്പാൻഷനിലാണ് കാണിക്കുന്നത്. എക്സ്പാൻഷനിൽ നമ്മുടെ എലീന ബെലോവ, മിസ്റ്റർ ഫാന്റാസ്റ്റിക്, ഷാങ്-ഷി, സാം വിൽസൺ പിന്നെ ഹെർബീനെ വരെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഏറ്റവും ഫാൻ ഫേമസ് ആയിട്ടുള്ള തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്റർ ഫാന്റാസ്റ്റിക്കിന് തൻ്റെ മകൻ ഫ്രാങ്ക്ലിൻ റിച്ചേർഡ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടി എക്സ്പാൻഷനിലെ സെറിബ്രോ ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത്. എൻവേഗി തന്നെ പറയുന്നുണ്ടായിരുന്നു പഴയ എക്സ്മാൻ മൂവീസിലെ സെറ്റിലൊക്കെ റീവിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു എക്സ്പീരിയൻസ് ഡൂംസ്ഡേ കാരണം കിട്ടിയെന്ന്. പറഞ്ഞ തിയറിയൊക്കെ ശരിയെന്ന പോലെ ചിലപ്പോൾ സെറിബ്രോയിൽ എൻട്രി ചെയ്യാൻ വേണ്ടി തന്നെ ആയിരിക്കും ഇവർ വന്നത്. അപ്പോഴായിരിക്കും ഈ ക്ലാഷ് ഉണ്ടായത്. ഇതിനെ തുടർന്ന് എലീന ബെലോവയും മിസ്റ്റിക്കും ആയിട്ടുള്ള ഫൈറ്റാണ് കാണിക്കുന്നത്. അതുകൊണ്ട് എക്സ്മാൻ മൂവീസിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ടാണ് മിസ്റ്റിക്കിന്റെ ലുക്ക് വെച്ചേക്കുന്നത്. പക്ഷേ ക്ലാസിക് മൂവീസിൽ വെച്ചേക്കുന്ന അടിപൊളി ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് മിസ്റ്റിക്കിന് കൊടുത്തേക്കുന്നത്. എലീന ബെലോവയുടെയും മിസ്റ്റിക്കിന്റെ ഫൈറ്റിനെ തുടർന്ന് സ്കോട്ട് ലാങ്ങിനെയും മകളെയാണ് കാണിക്കുന്നത്. റീസെന്റ് ആയിട്ട് ചെയർ റിവീലിന് ശേഷമാണ് നമ്മുടെ കാത്രീൻ ന്യൂട്ടന് ഈ മൂവിക്കകത്തുണ്ടെന്ന് കൺഫേം. ഇനി അടുത്ത് വരുന്ന ട്രെയിലറിലൊക്കെ ഡോക്ടർ സ്ട്രേഞ്ചിനെ പോലത്തെ ക്യാരക്ടേഴ്സിനൊക്കെ റിവീൽ ചെയ്യായിരിക്കും. ഉറപ്പ് പറയുന്നില്ല, ചെറിയൊരു സാധ്യതയുണ്ട്. ഷോട്ടിൽ ജോണി സ്റ്റോമിനെയാണ് കാണിക്കുന്നത്. കെട്ടിപ്പിടിച്ച് കംഫർട്ട് ചെയ്യുന്ന പോലെ കാണിക്കുന്നുണ്ട്. ആദ്യം വിചാരിച്ച് അത് സൂസ്റ്റോം ആയിരിക്കും എന്നാണ്. പിന്നെ അത് എന്തുകൊണ്ട് നമ്മുടെ ഫ്രാങ്ക്ലിൻ റിച്ചേർഡ്സ് ആയിക്കൂടാന്നൊരു ഡൗട്ട് തോന്നി. കാരണം ഫസ്റ്റ് എപ്പിസോഡിൽ ഡൂമിന്റെ ഒപ്പം കണ്ടതല്ലാതെ ഈ മൂവിൽ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഡൂമിന്റെ അടുത്ത് നിന്ന് റെസ്ക്യൂ ചെയ്തിട്ട് ജോണി സ്റ്റോം കംഫർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഗാംബിറ്റിനെയാണ് വീണ്ടും കാണിക്കുന്നത്. ഗാംബിറ്റിന്റെ സ്റ്റാമ്പ് വെച്ച് ഗ്രൗണ്ടിയുടെ ഒറ്റ അടി അടിക്കുന്നതാണ് കാണിക്കുന്നത്. സെയിം സ്പോട്ടിലാണ് സാങ്ഷിയും സാം വിൽസണും മിസ്റ്റിക്കും മിസ്റ്റർ ഫാന്റാസ്റ്റിക്കും എല്ലാവരും ഉള്ളത്. ഗാംബിറ്റ് സാങ്ഷിയായിട്ട് ഫൈറ്റ് ചെയ്യുന്നതിന് മുൻപാണോ പിൻപാണോ എന്നൊന്നും അറിയത്തില്ല. പക്ഷേ എക്സ്പാൻഷനിലെ സ്റ്റെയർ എക്സ്പ്ലോഷന് മുന്നെയാണ് സംഭവിക്കുന്നത്. കാരണം സൈഡിലെ സ്റ്റേഴ്സ് നോർമലായിട്ട് തന്നെ ഇരിക്കുന്നത്. ആണ് ഈ ട്രെയിലറിലെ മോസ്റ്റ് ഐക്കോണിക് സീൻ വരുന്നത്. സ്ട്രോം ബ്രേക്കർ, ഗോഡ് കില്ലർ വെപ്പൺ. താനോസിന്റെ കയ്യിൽ 5 ഇൻഫിനിറ്റി സ്റ്റോൺസ് ഉള്ളപ്പോഴും അതിന്റെ ഫോഴ്സിനെ ഓവർകം ചെയ്ത് വന്ന് താനോസിനെ അറ്റാക്ക് ചെയ്ത വെപ്പൺ. ഡോക്ടർ ഡൂം വെറും 2 വിരൽ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യും. ഫേമസ് ആയിട്ടുള്ള തിയറി, അതായത് ഡൂമിന് ഈ സ്ട്രോം ബ്രേക്കർ നിർത്താൻ മാത്രം പവർ കിട്ടിയത് ഡൂമിന്റെ കയ്യിൽ ഒരു മാജിക്കൽ റൂണ് നമുക്ക് കാണാൻ പറ്റും. തിയറിയിൽ പറയുന്നത് ഡോക്ടർ ഡൂമിന് ആ റൂണ് കിട്ടിയത് നമ്മുടെ ഗോഡ് ഓഫ് മൾട്ടിവേഴ്സ് ലോക്കിനെ കൊന്നിട്ട് ലോക്കിയുടെ പവർ അബ്സോർവ് ചെയ്തിട്ടാണ്. അടുത്ത സീനിൽ വി ഗോയിങ് ടു നീഡ് എ മിറാക്കിൾ എന്ന് പറഞ്ഞാണ് തോർ സ്റ്റാർട്ട് ചെയ്യുന്നത്. Hey, pal. It's not possible. ഗോയിങ് ടു നീഡ് എ മിറാക്കിൾ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച് തോർ ഒരു സ്പേസ്ഷിപ്പിന്റെ ഉള്ളിൽ നടക്കുന്ന പോലെയാണ് കാണിക്കുന്നത്. സ്പേസ്ഷിപ്പ് കണ്ടിട്ട് നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോറിന്റെ സ്പേസ്ഷിപ്പ് പോലെയാണ് തോന്നുന്നത്. റോജേഴ്സിന് മിക്കവാറും റിക്രൂട്ട് ചെയ്തിട്ടുണ്ടാവുക ഗോഡ് ഓഫ് മൾട്ടിവേഴ്സ് ലോക്കി തന്നെ ആയിരിക്കും. സ്റ്റീവ് റോജേഴ്സിനെ കണ്ടിട്ട് തോർ വിശ്വസിക്കുന്നില്ല. മിക്കവാറും സ്റ്റീവ് റോജേഴ്സ് മരിച്ചു എന്നായിരിക്കും തോർ വിചാരിച്ചേക്കുന്നത്. മിയോൾനീർ നീട്ടുമ്പോഴേക്കും സ്റ്റീവ് റോജേഴ്സ് തൻ്റെ കൈ നീട്ടി മിയോൾനീർ തൻ്റെ വശത്തേട്ട് എടുക്കും. അവിടെ ഈ കംപ്ലീറ്റ് ട്രെയിലറും ഫിനിഷ് ആവും. ഒരു കാര്യം മാത്രമാണ് ഈ മൂവിയിൽ സംശയം, അതായത് നമ്മുടെ ഈ കാങ് ഡൈനാസ്റ്റി ഇവരെന്നാ ചെയ്യാൻ പോകുന്നത്. ഇതിനൊരു പ്രോപ്പറായിട്ടുള്ള എൻഡിങ് കൊടുക്കണം. ആൻഡ് ഈ വീഡിയോ കണ്ടവരെല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഈ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. സീ യു സൂൺ.